പുന്നമടയിലെ ജലമേളമാണ് ഇന്ന്. 72ാമത് നെഹ്റു ട്രോഫി വള്ളം കളിക്കായി ഒരുങ്ങി പുന്നമടക്കായൽ. ജലരാജാക്കന്മാരെ കണ്ടെത്താനുള്ള പോരാട്ടത്തിന് ഇനി മണിക്കൂറുകളുടെ ദൂരം മാത്രമാണുള്ളത്. 22 ചുണ്ടനുകൾ ഉൾപ്പെടെ 71 വള്ളങ്ങളാണ് മാറ്റിവെക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ വള്ളം കളി ഉദ്ഘാടനം ചെയ്യും. പള്ളാത്തുരുത്തി ചുണ്ടൻ, മേൽപ്പാടമടക്കമുള്ള ചുണ്ടൻ വള്ളങ്ങൾ നീരണിഞ്ഞു കഴിഞ്ഞു. സജോ ദേവസ്യ പള്ളാത്തുരുത്തിയിൽ നിന്ന് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. സജോ, ഒരേ താളത്തിൽ കയ്യും മെയ്യും ഒരേ ലക്ഷ്യത്തിലേക്ക് പോകുന്ന കാഴ്ച, ഓരോ തുഴയ്ക്കൊപ്പവും തിളങ്ങുന്നത് അവിടെ ഈ കരയിൽ തമ്പടിച്ചു നിൽക്കുന്ന ആരാധകരുടെ ആയിരക്കണക്കിന് പേരുടെ മനസ്സും ആവേശം കൂടിയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഒരുക്കങ്ങൾ എത്രത്തോളം? മാധു, കുട്ടനാടിന്റെ താളം അത് എല്ലാത്തിലും ആ ഒരു താളം നമുക്ക് കണ്ടെത്താൻ കഴിയും. കുട്ടനാടിന്റെ കാർഷിക സംസ്കൃതിയിലാകട്ടെ, ഈ വള്ളംകളി മത്സരത്തിലാകട്ടെ, എല്ലാത്തിലും ഒരു താളമുണ്ട്. അപ്പോൾ അതാണ് പ്രകടമാകുന്നത്. വല്ലാത്തൊരു വികാരമാണ്. ഞാൻ പള്ളാത്തുരുത്തി ടീമിനൊപ്പമാണുള്ളത്. നേരെ കാണുന്നത് മേൽപ്പാടം ചുണ്ടനാണ്. നമുക്ക് കാണാം തുഴച്ചിൽക്കാർ അത് ഇപ്പോൾ അല്പസമയം മുൻപാണ് നീരണിഞ്ഞത്. അങ്ങനെ പള്ളാത്തുരുത്തിയിലേക്ക് പോയി അവിടെ കരക്കാരുടെ മുൻപിൽ ഒരു ചെറിയ തോതിലുള്ള തുഴച്ചിൽ, അതിനുശേഷം മറ്റു കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് അവിടെ കരക്കാരുടെ അഭിവാദ്യമൊക്കെ സ്വീകരിച്ച് തിരികെ ആര്യാടാണ് ക്യാമ്പുള്ളത്. ആ ആര്യാട് ക്യാമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് പള്ളാത്തുരുത്തിയിലാണ്. ആര്യാട് ക്യാമ്പ് കുറച്ച് മാറിയാണ്. അപ്പോൾ പള്ളാത്തുരുത്തി കരയിലാണ്. അവിടെ നിന്ന് നാട്ടുകാരും കരക്കാരെല്ലാവരും കൂടി ചേർന്ന് നീരണിഞ്ഞു, നീറ്റിലേക്ക് ഇറക്കി, അതിനുശേഷം തുഴഞ്ഞ് ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. അതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അപ്പോൾ വലിയ ആവേശമുണ്ട്. അതായത് പള്ളാത്തുരുത്തിയുടെ ചരിത്രം പരിശോധിച്ചാൽ 2018 മുതൽ 5 തവണ തുടർച്ചയായി കിരീടം അണിഞ്ഞൊരു ചരിത്രമുണ്ട്. കഴിഞ്ഞ തവണ ചെറുതായി കാലിട്ടിട്ട്, പക്ഷെ ഇത്തവണ കഠിന പരിശീലനം എന്നാണ് പറഞ്ഞത്. ഇത്തവണ കപ്പ് പള്ളാത്തുരുത്തിക്കരയിലേക്ക് തന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ തന്നെ കൊണ്ടുപോകും. ഞങ്ങൾക്ക് ഒരു ചെറിയ മിസ്റ്റേക്ക് കഴിഞ്ഞ പ്രാവശ്യം പറ്റി. 5 വർഷം ഞങ്ങൾ തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ടിരുന്ന വള്ളത്തിലായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നുകൊണ്ട് ഞങ്ങൾ അല്പം സകലത്തിൽ തോറ്റുപോയി. പക്ഷെ ഇത്തവണ ഞങ്ങൾക്ക് വിജയം തിരിച്ചതാണ്. ഇത്തവണ പേടിയില്ല. UBC-യോ അങ്ങനെ BBC-യോ ആരെയും ഞങ്ങൾക്ക് പേടിയില്ല. ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ് ഇത്തവണ ഞങ്ങൾക്ക് കപ്പെടുക്കാൻ പറ്റുന്നത്. എല്ലാവിധ പോരാളികളും ഞങ്ങൾ നികത്തി കഴിഞ്ഞു. ഞങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പ് ഇപ്പോൾ പിള്ളേരിലെ കഴിക്കാൻ പോകണം. ഫുഡ് കഴിച്ചോണ്ട് ഞങ്ങൾ ട്രാക്കിലേക്ക് തിരിക്കുന്നത്. അതാണ്. അപ്പോൾ അവരിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അതാണ് നമുക്ക് നേരത്തെ, അതായത് മേൽപ്പാടം ചുണ്ടൻ നേരെ എതിർഭാഗത്ത് കാണുന്നതാണ്. അതായത് വിവിധ ചുണ്ടനുകൾ മാറി തുഴഞ്ഞാണ്, അതായത് വിയപുരം ആയിക്കോട്ടെ, കാട്ടിൽ തെക്കേതിലായിക്കോട്ടെ, കാരിച്ചാലായിക്കോട്ടെ, അങ്ങനെ മാറി തുഴഞ്ഞാണ് ഈ 5 തവണയും കിരീടമെടുത്തത്. കഴിഞ്ഞ തവണ മാത്രമാണ് ചെറിയൊരു ഇടവേള ഉണ്ടായത്, അല്ലെങ്കിൽ ഒരു ചെറിയ പാളിച്ച ഉണ്ടായത്. പക്ഷെ അതും ഇത്തവണ പരിഹരിക്കും എന്നാണ് അവർ പറയുന്നത്. നമ്മൾ രാവിലെ മുതൽ അതിവിപുലമായ കവറേജാണ്. നമ്മുടെ മുഴുവൻ ടീമും അവിടെ എത്തിയിട്ടുണ്ട്. ആലപ്പുഴയുടെ നെഹ്റു ട്രോഫിയുടെ ഒക്കെ ചരിത്രവും ഓരോ ബോട്ട് ക്ലബിന്റെയും ചരിത്രവും അവരുടെ ആവേശവും ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുന്ന സമയമാണ് കടന്നു പോകുന്നത്. മിനിറ്റുകൾക്കകം തന്നെ വീണ്ടും പുതിയ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ എത്തുകയും ചെയ്യും. നമ്മളുടെ മുഴുവൻ ടീമും അവിടെയുണ്ട്. അതുകൊണ്ട് ആ വള്ളം കളി നമുക്കൊപ്പം തന്നെ. പ്രേക്ഷകരൊപ്പം നമ്മൾ ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ വാർത്തകളൊക്കെ നോക്കുകയാണ്. അതിനിടയിൽ നമുക്ക് മറ്റു ചില പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി നോക്കി